ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശത്രുക്കളല്ല, മറിച്ച് നമ്മൾ സ്വന്തമെന്ന് കരുതുന്നവരാണ്. ആരോടാണോ നമ്മൾ നമ്മുടെ രഹസ്യങ്ങൾ പറയുന്നത്, ആരുടെ മുന്നിലാണോ നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നിടുന്നത് അവരാണ്. സുഹൃത്തുക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം നിങ്ങളുടെ വിവരങ്ങളാണ്, നിങ്ങളുടെ രഹസ്യങ്ങളാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഹാനായ ചാണക്യൻ നമ്മെ പഠിപ്പിച്ചതിതാണ്. ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ബലഹീനതകൾ മറ്റാരും മുതലെടുക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കും. കാരണം മറ്റുള്ളവരിൽ നിന്നും എപ്പോഴും മറച്ചുവെക്കാൻ ചാണക്യൻ വ്യക്തമായി പറഞ്ഞ ആ 17 കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ വെറും പുസ്തകത്തിലെ വാക്കുകളല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തെ ചുട്ടരിക്കാൻ കഴിവുള്ള തീയാണ്. എന്നാൽ ശരിയായി ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് വെളിച്ചമേകും. അതിനാൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുകയും ആർക്കും വായിച്ചെടുക്കാൻ കഴിയാത്ത, എന്നാൽ എല്ലാവരും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങളെ മാറ്റുകയും ചെയ്യുന്ന ഈ യാത്ര നമുക്ക് തുടങ്ങാം. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു സ്വപ്നമുണ്ടാകും. ചിലർ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, ചിലർ ജോലി ഉപേക്ഷിച്ച് പുതിയതെന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചിലർ ലോകത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ സ്വപ്നം മനസ്സിൽ ജനിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ തെറ്റ് എന്താണ്? നമ്മൾ അത് മറ്റുള്ളവരോട് പറയുന്നു. ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, ഞാൻ അവിടെ വരെ എത്തുമെന്ന്. എന്നാൽ സത്യമെന്താണെന്നാൽ ലോകത്തിന് നിങ്ങളുടെ ലക്ഷ്യത്തിലല്ല, നിങ്ങളുടെ പരാജയത്തിലാണ് താൽപ്പര്യമുള്ളത്. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ഭാവി പദ്ധതികൾ എത്ര മികച്ചതാണെങ്കിലും ഒരിക്കലും ആരോടും പറയരുത്. കാരണം ആളുകൾ ഒന്നുകിൽ നിങ്ങളെ തടയും, അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിക്കും, അതുമല്ലെങ്കിൽ നിങ്ങളുടെ വഴിമുടക്കും. നിങ്ങളുടെ പ്ലാനുകൾ അപൂർണമായി തുടരുമ്പോൾ അതേ ആളുകൾ പറയും, കണ്ടില്ലേ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവനെക്കൊണ്ട് ഇതൊന്നും നടക്കില്ലെന്ന്. അവർ നിങ്ങളോട് സഹതാപം കാണിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ, അവർ ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയാണ്. അതിനാൽ ഞാൻ പറയുന്നത് ചെവി തുറന്നു കേൾക്കുക, പ്ലാൻ ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക, പക്ഷെ നിങ്ങളുടെ റിസൾട്ട് സംസാരിക്കുന്നതുവരെ നിശബ്ദത പാലിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം ബലഹീനത കാണിക്കുകയെന്നാൽ സ്വന്തം വാൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളാരോടെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് മനസ്സിലാകുന്നില്ല, എനിക്ക് വലിയ പേടിയാണ് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നയാൾ ആദ്യം സഹതാപം കാണിക്കും. എന്നാൽ പതുക്കെ അത് നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി മാറും. അയാൾ നിങ്ങളെ വിലയിരുത്താൻ തുടങ്ങും. അയാൾ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങും. ഏറ്റവും അപകടകരമായ കാര്യമെന്തെന്നാൽ സമയം വരുമ്പോൾ അയാൾ നിങ്ങളെ താഴെയിറക്കാൻ നിങ്ങളുടെ ഈ ബലഹീനതയെ ഉപയോഗിക്കും. ചാണക്യൻ പറയുന്നു, ബലഹീനതകൾ ദൈവത്തോടോ നിങ്ങളോടോ മാത്രം പറയുക, ലോകത്തോടല്ല. എന്തുകൊണ്ട്? കാരണം ലോകം ദുർബലരെ ചവിട്ടിയരയ്ക്കുകയും ശക്തരുടെ മുന്നിൽ തലകുനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്തു ചെയ്യണം? നിങ്ങൾക്കെന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ, ഭയാനകമായ എന്തെങ്കിലും അനുഭവമുണ്ടെങ്കിൽ, ഉള്ളിൽ നിന്ന് തകർക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, അതിനെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക, പഠിക്കുക, അതിനെ മാറ്റുക. എന്നാൽ മറ്റൊരാളോട് പറയരുത്. നിങ്ങൾക്ക് എന്തിനെയാണ് ഭയമെന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശത്രുവിന് നിങ്ങളുടെ കോട്ടയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു എന്ന് മനസ്സിലാക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത എന്താണെന്നും നിങ്ങൾ ഒരാളോട് പറഞ്ഞാൽ അയാൾക്ക് എന്തു ചെയ്യാൻ കഴിയും? അയാൾ നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും നിങ്ങളുടെ ഏറ്റവും വലിയ ഭയത്തെ ആയുധമാക്കുകയും ചെയ്തേക്കാം. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ കഠിനാധ്വാനം എല്ലാം നശിച്ചുപോയേക്കാം. സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിച്ചില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം. സുഹൃത്തുക്കളെ, ഈ ലോകം കാണുന്നതുപോലെ അത്ര നിഷ്കളങ്കമല്ല. ഇവിടെ സംഭവിക്കുന്ന ചെറിയൊരു അശ്രദ്ധ നിങ്ങൾ ഒരുപാട് പിന്നിലേക്ക് തള്ളിയേക്കാം. അതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത്, നിശബ്ദതയുടെ ശക്തി മനസ്സിലാക്കിയവന് ഏത് യുദ്ധവും ജയിക്കാൻ കഴിയുമെന്ന്. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. വീട്ടിൽ വഴക്കുകൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. എല്ലാ കുടുംബങ്ങളിലും ചിലപ്പോൾ തർക്കങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ, ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ. എന്നാൽ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവർ സ്വന്തം കൈകൊണ്ട് തന്നെ തങ്ങളുടെ അഭിമാനം ഇല്ലാതാക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ വീട്ടിലെ മോശം കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ അയാൾ നിങ്ങളെ സഹായിക്കില്ല. അയാൾ നിങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്തവനാണ് ഇവനെന്ന്. ഏറ്റവും വലിയ കാര്യം, ആളുകൾ നിങ്ങളുടെ ബലഹീനതയിലാണ് ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ സാഹചര്യത്തിലല്ല. ചാണക്യൻ പറയുന്നു, വീട്ടിലെ ആന്തരിക കാര്യങ്ങൾ ഒരിക്കലും പുറത്തു പറയരുത്. കാരണം ലോകം ഇരിക്കുന്നത് ഇതെല്ലാം കണ്ട് രസിക്കാനാണ്, സഹായിക്കാനല്ല. പലരും ഓരോ ചെറിയ കാര്യത്തിനും സ്വന്തം ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ പരാതി പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്റെ ഭാര്യ എപ്പോഴും കുറ്റം പറയുകയാണ്, എന്റെ അച്ഛൻ ഒന്നും മനസ്സിലാക്കുന്നില്ല, ചേട്ടൻ ശത്രുവിനെപ്പോലെയായി എന്നൊക്കെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യുമോ? ഈ ശീലം പതിയെ പതിയെ ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ വില കളയുന്നു. ഇതിന്റെ ഫലമായി നിങ്ങൾക്ക് ശരിക്കും ഒരു സഹായം ആവശ്യമുള്ളപ്പോൾ ആരും മുന്നോട്ട് വരില്ല. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ മുറിവുകൾ കാണിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളുടെ അടിത്തറ തോണ്ടിയതാണ്. അതിനാൽ അടുത്ത തവണ വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടായാൽ അത് വീട്ടിൽ വെച്ച് തന്നെ തീർക്കുക.
പുറത്തു പറഞ്ഞാൽ അഭിമാനം നഷ്ടപ്പെടുകയുള്ളൂ, പരിഹാരം ലഭിക്കില്ല. ഇനി പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കാലത്ത് ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യവുമാണ്. ഇപ്പോൾ ചിലർ ഒരാൾക്ക് 1 കിലോ അരി ദാനം ചെയ്താൽ 10 ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിടും. നിങ്ങൾ ശരിക്കും സേവനമാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഈ പ്രകടനത്തിന്റെ ആവശ്യമെന്താണ്? ചാണക്യൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരാളെ സഹായിച്ചിട്ട് അത് ലോകത്തോട് വിളിച്ചു പറയുന്നവൻ നേടുന്നത് പുണ്യമല്ല, അഹങ്കാരം മാത്രമാണ്. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? മറ്റുള്ളവരോട് പറയുന്നത് വഴി നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കുമോ? ആളുകൾ പറയും, ഇവൻ വെറുതെ ആളാകാൻ നോക്കുകയാണ്, സഹായിച്ചിട്ട് സ്വന്തം പരസ്യം ചെയ്യുകയാണെന്ന്. രഹസ്യമായി ചെയ്യുന്ന നന്മയിലാണ് ആത്മാവിന്റെ ശുദ്ധിയുള്ളത്. നിശബ്ദമായി ചെയ്യുന്നതാണ് യഥാർത്ഥ പുണ്യം. നിങ്ങൾ ആവശ്യക്കാരനായ ഒരാൾക്ക് ഭക്ഷണം നൽകുകയോ അറിയാത്ത ഒരാളെ ആരുമറിയാതെ സഹായിക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ ദുഃഖം അകറ്റുകയോ ചെയ്താൽ അത് ആരും അറിഞ്ഞില്ലെങ്കിൽ അതാണ് യഥാർത്ഥ സേവനം. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ലാഭത്തിനു വേണ്ടിയാണ് നന്മ ചെയ്യുന്നതെങ്കിൽ അത് വെറുമൊരു കച്ചവടമാണ്, സേവനമല്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ നിങ്ങൾ വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ വ്യാജനാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളിൽ അവർക്ക് സംശയം തോന്നും. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ വീട്ടിലെ വഴക്ക് നിങ്ങൾ ഇന്ന് ലോകത്തോട് പറഞ്ഞാൽ ആളുകൾ നിങ്ങളുടെ വേദന മനസ്സിലാക്കില്ല, പകരം നിങ്ങളെത്തന്നെ കുറ്റക്കാരനായി കണക്കാക്കും. ഇന്ന് നിങ്ങൾ ആരെയെങ്കിലും സഹായിച്ചിട്ട് അത് കൊട്ടിഘോഷിച്ചാൽ നിങ്ങൾ സഹായിക്കുന്നവനായല്ല, പകരം പ്രകടനം നടത്തുന്നവനായാണ് അറിയപ്പെടുക. സുഹൃത്തുക്കളെ, ഈ ലോകം വളരെ തന്ത്രശാലിയാണ്. നന്മ പോലും ഇവിടെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് വിളിച്ചു പറയാതിരിക്കുമ്പോഴാണ്. അതിനാൽ ഇന്നൊരു പ്രതിജ്ഞ എടുക്കുക. നിങ്ങളുടെ നന്മകൾ രഹസ്യമാക്കി വയ്ക്കുക. നിങ്ങളുടെ പോരാട്ടങ്ങൾ സ്വയം കൈകാര്യം ചെയ്യുക. ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളും ഗൗരവമുള്ളവരാകുക. എല്ലാ കാര്യങ്ങളും പ്രചരിപ്പിക്കരുത്. എല്ലാ വഴക്കുകളും പറയരുത്. എല്ലാ സേവനങ്ങൾക്കും പോസ്റ്റർ അടിക്കരുത്. നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കട്ടെ, നിങ്ങളുടെ വാക്കുകളല്ല. ചാണക്യനീതിയുടെ ഈ ഭാഗം നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചേക്കാം. നിങ്ങൾ ഇത് കേൾക്കുക മാത്രമല്ല, ജീവിച്ചു കാണിക്കുകയാണെങ്കിൽ. ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ആരോടെങ്കിലും ഞാൻ ഒരു കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ IAS ആകും, ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിജയിയാകും എന്ന് പറഞ്ഞാൽ കേൾക്കുന്നയാൾ എന്തു ചെയ്യും? ഒന്നുകിൽ അയാൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടും, അല്ലെങ്കിൽ പരിഹസിക്കും, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തിക്കളയും. പലപ്പോഴും ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വീട്ടുകാർ പോലുമോ ആയിരിക്കും, നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ആവേശമുണ്ടെന്ന് അറിയാതെ. ചാണക്യൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യരുത്, അത് നേടിയെടുക്കുക. ഉള്ളിലെ തീയിലെരിയുന്ന ഒന്നാണ് ലക്ഷ്യം. അതിന് കാറ്റ് കിട്ടിയില്ലെങ്കിൽ അത് അണഞ്ഞുപോകും. അത് അണയ്ക്കാൻ വേണ്ടിയാണ് ലോകം കാത്തിരിക്കുന്നതും. നിങ്ങൾ അവർക്കൊപ്പമായിരിക്കണമെന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്, അവർക്ക് മുകളിലേക്ക് പോകരുതെന്ന്. അതിനാൽ നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നിങ്ങളുടെ വളർച്ചയിൽ അസൂയയുള്ള ഒരാളുമായി പങ്കുവച്ചാൽ ആ വ്യക്തി നിങ്ങളുടെ വഴിയിൽ മുള്ളുകൾ വിതറും, അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം നെഗറ്റീവാക്കും. അവസാനം നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഭയക്കാൻ തുടങ്ങും. അതിനാൽ ഓർക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് നിങ്ങളുടെ ഉയർച്ച ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഈ കാര്യം കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ചിന്തകൾ വ്യത്യസ്തമാണ്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ചിന്ത മറ്റൊരാളോട് പറഞ്ഞയുടനെ അവർ അതിനെ വിമർശിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങളൊരു പ്രശ്നം വ്യത്യസ്തമായ രീതിയിൽ പരിഹരിക്കുകയാണെങ്കിൽ ആളുകൾ പറയും, ഇതെന്ത് വിഡ്ഢിത്തമാണെന്ന്. നിങ്ങൾ ജീവിതത്തെ സാധാരണമായല്ല, ആഴത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പറയും, വെറുതെ തലപുകയ്ക്കുകയാണെന്ന്. ഇതാണ് ഈ ലോകത്തിന്റെ സത്യം. തങ്ങളുടെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ ലോകത്തിന് മനസ്സിലാകില്ല. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബുദ്ധിയും ചിന്തകളും എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാണിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന്. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ചിന്തകളെ ശരിയായി മനസ്സിലാക്കാനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ടാകില്ല. അവർക്ക് നിങ്ങളുടെ ചിന്ത മനസ്സിലാകാതെ വരുമ്പോൾ അവർ അതിനെ പരിഹസിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അവസാനം നിങ്ങളുടെ ആത്മവിശ്വാസം തകരും. നിങ്ങൾ നിങ്ങളെത്തന്നെ സംശയിക്കാൻ തുടങ്ങും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സ്വാമി വിവേകാനന്ദൻ ആളുകളോട് തന്റെ ആശയങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചിക്കാഗോയിൽ ഇന്ത്യയുടെ പേര് തിളക്കാനാവുമായിരുന്നോ? APJ അബ്ദുൽ കലാം എല്ലാ മനുഷ്യരോടും അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മിസൈൽ മാൻ ആകാൻ കഴിയുമായിരുന്നോ? കാരണം മഹാനാകാൻ നിങ്ങൾ സ്വന്തം വഴികൾ തിരഞ്ഞെടുക്കണം. ആ വഴികളിലൂടെ നിശബ്ദമായി നടക്കണം, ആളുകളോട് ചോദിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് ഒരു കാര്യം കേട്ടോളൂ, ജീവിതത്തിൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെറുതെ ഒന്ന് ചിരിക്കുക. സമയം വരുമ്പോൾ എല്ലാം അറിയാമെന്ന് പറയുക. കാരണം കാണിച്ചു കൊടുത്താൽ അത് പിന്നെ സ്വപ്നമല്ല, അത് വെറുമൊരു ചർച്ചയായി മാറും. ചർച്ചകളിൽ സ്വപ്നങ്ങൾ വളരില്ല. സ്വപ്നങ്ങൾ വളരുന്നത് നിശബ്ദതയിലാണ്, കഠിനാധ്വാനത്തിലാണ്, പോരാട്ടത്തിലാണ്. അതിനാൽ നിങ്ങളുടെ ഉള്ളിലും ഒരു സ്വപ്നമുണ്ടെങ്കിൽ, ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, അതിപ്പോൾ ആരോടും പറയരുത്. അതിൽ നിശബ്ദമായി പ്രവർത്തിക്കുക. ഇവനിത് എങ്ങനെ ചെയ്തുവെന്ന് ലോകം മുഴുവൻ ചോദിക്കുന്ന ആ ദിവസം വിദൂരമല്ല. അന്ന് നിങ്ങൾ പുഞ്ചിരിക്കും, കാരണം നിങ്ങൾ ചാണക്യന്റെ വാക്കുകൾ അനുസരിച്ചു. സുഹൃത്തുക്കളെ, ഇന്നത്തെ കാലത്ത് ഒരു പ്രവണതയുണ്ട്. ഞാൻ എത്ര തിരക്കിലാണെന്ന് കാണിക്കുക, ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങിയില്ല, ഞാൻ എത്ര കഠിനാധ്വാനം ചെയ്തു എന്നൊക്കെ. എന്നാൽ ചാണക്യൻ എന്താണ് പറയുന്നത്? സ്വന്തം പോരാട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവൻ തന്റെ വേദനയെത്തന്നെ ദുർബലമാക്കുന്നുവെന്ന്.
എന്താണതിനർത്ഥം? നോക്കൂ, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ ലോകത്തോട് വീണ്ടും വീണ്ടും പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ആളുകൾ നിങ്ങളെ ഒന്നുകിൽ സഹതാപത്തോടെ നോക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ക്ഷീണിതനാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. എന്നാൽ യഥാർത്ഥ പോരാളി ശബ്ദമുണ്ടാക്കാതെ യുദ്ധം ചെയ്യുന്നവനാണ്. ഭഗവാൻ ഹനുമാനെ ഓർത്തുനോക്കൂ. പർവ്വതം മുഴുവനായി എടുത്തുയർത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലായത്. അല്ലാതെ ഞാൻ എത്ര ശക്തനാണെന്ന് നോക്കൂ എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്നും നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ നിശബ്ദമായി സഹിച്ചാൽ നാളെ ആ പോരാട്ടം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ ഈ ബിസിനസ് തുടങ്ങി, ഇതുവരെ ഇത്രയും ലാഭം കിട്ടി. ഞാൻ ഈ കോഴ്സ് ചെയ്തു, അടുത്ത മാസം ഇന്റർവ്യൂ ഉണ്ട്. ഞാനിപ്പോൾ ജിമ്മിൽ ചേർന്നു, 3 കിലോ കുറഞ്ഞുവെന്ന് നിങ്ങൾ ഒരാളോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? തുടക്കത്തിൽ ആളുകൾ കൊള്ളാമെന്ന് പറയും. എന്നാൽ ഉള്ളിന്റെയുള്ളിൽ അവരുടെ കണ്ണുകിട്ടൽ നിങ്ങളുടെ പുരോഗതിക്കുമേൽ പതിക്കും. ഓർക്കുക, കണ്ണുകിട്ടാൻ മോശം നോട്ടം തന്നെ വേണമെന്നില്ല. ചിലപ്പോൾ വളരെ മനോഹരമായ ഒരു പുഞ്ചിരിക്കു പിന്നിലും അസൂയ ഒളിഞ്ഞിരിപ്പുണ്ടാകും. അതുകൊണ്ടാണ് ഏതൊരു കാര്യവും പൂർത്തിയാകുന്നതുവരെ അത് ലോകത്തിൽ നിന്ന് മറച്ചുവെക്കണമെന്ന് ചാണക്യൻ പറയുന്നത്. എന്തുകൊണ്ട്? കാരണം അപൂർണമായ പ്ലാനുകൾ ചോർന്നുപോയാൽ ഒന്നുകിൽ മറ്റാരെങ്കിലും അത് മോഷ്ടിക്കും, അല്ലെങ്കിൽ ലോകം ഒരുപാട് സംസാരിച്ച് നിങ്ങളുടെ മനസ്സിളകും. ഒരിക്കൽ മനസ്സിളകിയാൽ പ്ലാനുകൾ എത്ര മികച്ചതാണെങ്കിലും വിജയം അകന്നുപോകും. ഇത് ഏറ്റവും അപകടകരമാണ്. കാരണം ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ടു പോകുന്നു എന്ന് നിങ്ങൾ ലോകത്തെ കാണിക്കുമ്പോൾ, എനിക്ക് പ്രൊമോഷൻ കിട്ടി, എന്റെ ബാങ്ക് ബാലൻസ് കൂടുന്നു, എന്റെ ഫോളോവേഴ്സ് ഇരട്ടിയായി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ലോകം നിങ്ങളെ തടയാൻ തുടങ്ങും. എന്തുകൊണ്ട്? കാരണം ഭൂരിഭാഗം ആളുകൾക്കും നിങ്ങൾക്ക് മുകളിലെത്താൻ കഴിയില്ല. അതിനാൽ നിങ്ങളും മുന്നോട്ടു പോകാതിരിക്കാൻ അവർ ശ്രമിക്കും. ചിലർ നിങ്ങളെ വ്യതിചലിപ്പിക്കും, ചിലർ നിങ്ങളെ വിമർശിക്കും, ചിലർ നിങ്ങളുടെ ബലഹീനതകൾ കണ്ടെത്തും. പതിയെ പതിയെ നിങ്ങൾ ആ ചിന്തയിൽ കുടുങ്ങും. ഇപ്പോൾ ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി എനിക്ക് തെറ്റുവരുത്താൻ പാടില്ല എന്ന്. ഭയം കൂടുമ്പോൾ വേഗത കുറയും. അതിനാൽ നിശബ്ദനായിരിക്കുന്നവൻ വേഗത്തിലോടുന്നു. സംസാരിച്ചു കാണിക്കുന്നവൻ ആളുകളുടെ ചോദ്യങ്ങളിൽ കുടുങ്ങി നിന്നുപോകുന്നു. ഒരിക്കൽ ഒരു പാവപ്പെട്ട ആൺകുട്ടിയുണ്ടായിരുന്നു. അവൻ എന്നും രാത്രി രഹസ്യമായി ഇരുന്ന് പഠിക്കുമായിരുന്നു. അവൻ IAS-ന് തയ്യാറെടുക്കുകയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അവന്റെ നാട്ടുകാർ അവനെ പരിഹസിക്കുമായിരുന്നു. ഇവൻ എന്തു ചെയ്യാനാണ്? പഠിച്ചാലും ചായ വിൽക്കുകയല്ലേ ഉള്ളൂ എന്ന്. എന്നാൽ അവനൊന്നും മിണ്ടാതെ പഠിച്ചുകൊണ്ടിരുന്നു. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് ആരോടും പറഞ്ഞില്ല. പിന്നീട് ഒരു ദിവസം അവന്റെ റിസൾട്ട് വന്നപ്പോൾ അവൻ ജില്ലയിൽ ഒന്നാമതെത്തി. ഇന്ന് അവൻ ആ നഗരത്തിലെ കളക്ടറാണ്. അന്ന് അവനെ പരിഹസിച്ച അതേ ആളുകൾ ഇപ്പോൾ അവനെ സല്യൂട്ട് ചെയ്യുന്നു. എന്തുകൊണ്ട്? കാരണം അവൻ തന്റെ കഠിനാധ്വാനവും പ്ലാനും പുരോഗതിയും ആരോടും പറഞ്ഞില്ല. അതിനാൽ സഹോദരന്മാരെ, നിങ്ങൾക്ക് ജീവിതത്തിൽ വേഗത്തിൽ ഓടണമെങ്കിൽ നിശബ്ദരായിരിക്കുക, ജോലി ചെയ്തുകൊണ്ടിരിക്കുക. വിജയം ലഭിക്കുമ്പോഴും പുഞ്ചിരിക്കുക മാത്രം ചെയ്യുക. കാരണം യഥാർത്ഥ സിംഹം ഗർജിക്കാറില്ല, അതിന്റെ നടത്തം തന്നെ എല്ലാവരെയും ഭയപ്പെടുത്തും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു യുദ്ധത്തിൽ 2 സൈന്യങ്ങൾ പോരാടുകയാണെങ്കിൽ ഒരു സേനാപതി ശത്രുവിനോട് ഞങ്ങൾക്ക് രാത്രിയെ ഭയമാണ്, ഞങ്ങൾക്ക് തീയെ ഭയമാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ യുദ്ധം ജയിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഭയത്തെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ, എനിക്ക് റിജക്ഷൻ ഭയമാണ്, എനിക്ക് ഏകാന്തത ഭയമാണ്, എനിക്ക് പരാജയം ഭയമാണ് എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെ നിങ്ങൾക്കെതിരെയുള്ള ആയുധമാക്കും. പിന്നീട് എപ്പോഴൊക്കെ നിങ്ങളെ തകർക്കണമോ അപ്പോഴൊക്കെ അവർ കൃത്യമായി ആ ബട്ടൺ തന്നെ അമർത്തും. അതുകൊണ്ടാണ് ഭയത്തെ നിയന്ത്രിക്കണമെന്നും നിങ്ങളുടെ ദുർബലമായ പോയിന്റ് എന്താണെന്ന് ഒരിക്കലും ആരോടും പറയരുതെന്നും ചാണക്യൻ പറയുന്നത്. കാരണം നിങ്ങളെ എവിടെ വെച്ച് തകർക്കാൻ കഴിയുമെന്ന് ആളുകൾ മനസ്സിലാക്കുന്ന അന്നുതൊട്ട് അവർ അവിടെ വെച്ച് തന്നെ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കും. പലരും ഇന്ന് പ്രകടനങ്ങൾ നടത്താറുണ്ട്. ഞാൻ ദിവസവും ഇത്രയും മന്ത്രങ്ങൾ ജപിക്കുന്നു, ഞാൻ ഇത്രയും അമ്പലങ്ങളിൽ പോയി, ഞാൻ ഇന്ന വ്രതം നോൽക്കുന്നു എന്നൊക്കെ. എന്നാൽ ചാണക്യൻ ഈ പ്രകടനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. മതം ഒരു നാടകമല്ല, ഇത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധമാണ്. ഉദാഹരണത്തിന്, ഒരു ദീപം ഒറ്റയ്ക്ക് കത്തുമ്പോൾ അതിന്റെ നാളം സമാധാനം നൽകുന്നു. എന്നാൽ അതേ ദീപം ആൾക്കൂട്ടത്തിനിടയിൽ കത്തിച്ചാൽ ആളുകൾ അതിന്റെ നാളം കെടുത്താൻ ശ്രമിക്കും. നിങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും നിങ്ങളുടെ ആത്മാവിന്റെ ഊർജ്ജത്തെ ഉണർത്താനുള്ളതാണ്, അല്ലാതെ ലോകത്തെ കാണിക്കാനുള്ളതല്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങളത് പരസ്യമാക്കിയാൽ ആളുകൾ അതിൽ കുറ്റങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. നീ പൂജയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടല്ലോ, പിന്നെ എന്താ നിന്റെ കച്ചവടം നടക്കാത്തത്? ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കും. പതിയെ പതിയെ നിങ്ങളുടെ വിശ്വാസം ഇളകാൻ തുടങ്ങും. വിശ്വാസം ഇളകിയാൽ നിങ്ങളുടെ ആന്തരിക ശക്തിയും ദുർബലമാകും. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. ഓരോ കുടുംബത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ, ചിലപ്പോൾ വൈകാരിക പ്രശ്നങ്ങൾ, ചിലപ്പോൾ ബന്ധങ്ങളിലെ വിള്ളലുകൾ. എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ അയൽക്കാരോടോ ഓഫീസിലുള്ളവരോടോ പറയാൻ തുടങ്ങിയാൽ, എന്റെ അച്ഛന്റെ സ്വഭാവം ശരിയല്ല, എന്റെ ചേട്ടന്റെ കല്യാണം മുടങ്ങി, വീട്ടിലെപ്പോഴും വഴക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? തുടക്കത്തിൽ ആളുകൾ സഹതാപം കാണിക്കും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അതേ ആളുകൾ നിങ്ങളുടെ കുടുംബത്തെ വിലയിരുത്താൻ തുടങ്ങും. ഇവരുടെ വീട് ശരിയല്ല, ഇവന്റെ കുടുംബം തന്നെ കുഴപ്പമാണ്, ഇവനെ എങ്ങനെ വിശ്വസിക്കുമെന്ന്. ഈ ധാരണ വളരെ അപകടകരമാണ്.
കാരണം സമൂഹത്തിൽ നിങ്ങളുടെ മാനം നിങ്ങളെ മാത്രം ആശ്രയിച്ചല്ല, നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിന്റെ പ്രതിച്ഛായയെ ആശ്രയിച്ചാണിരിക്കുന്നത്. ചാണക്യനീതി വ്യക്തമായി പറയുന്നു, കുടുംബത്തിന്റെ പോരായ്മകൾ മറച്ചുവെക്കുക, അപ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ അതിന്റെ ബഹുമാനം നിലനിൽക്കും. മറ്റുള്ളവരുടെ മുന്നിൽ വീട്ടിലെ കാര്യങ്ങൾ പറയുകയെന്നാൽ ശത്രുവിന് സ്വന്തം വീടിന്റെ ഭൂപടം കൊടുക്കുന്നതിന് തുല്യമാണ്. സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്ന ഒരു ആൺകുട്ടിയുണ്ടായിരുന്നു. എന്നാൽ അവന്റെ വീട്ടിൽ എന്നും വഴക്കായിരുന്നു. അവന്റെ സഹോദരൻ മദ്യപാനിയായിരുന്നു. അച്ഛന് ജോലിയില്ലായിരുന്നു. വേദന സഹിക്കാൻ വയ്യാതെ അവൻ ചിലപ്പോൾ സുഹൃത്തുക്കളോട് ഈ കാര്യങ്ങൾ പറയുമായിരുന്നു. എന്നാൽ പിന്നീട് ആ സുഹൃത്തുക്കൾ തന്നെ അവന്റെ പേരിൽ പറയാൻ തുടങ്ങി, അവൻ വളരെ മോശം കുടുംബത്തിൽ നിന്നുള്ളവനാണ്, അവന്റെ പശ്ചാത്തലം ശരിയല്ല എന്ന്. അങ്ങനെ അവന്റെ ഇമേജ് പതിയെ മോശമായി. എന്നാൽ അവനിതെല്ലാം ഉള്ളിലൊതുക്കാനും തന്റെ ഊർജ്ജം പഠനത്തിൽ ശ്രദ്ധിക്കാനും തുടങ്ങിയപ്പോൾ അടുത്ത വർഷം അവന് ജോലി കിട്ടി. ആ കുടുംബം ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ സമൂഹം അവനെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അവൻ തന്റെ വ്യക്തിപരമായ സങ്കടങ്ങളെ ലോകത്തിനു മുന്നിൽ ഒരു കാഴ്ചയാക്കി മാറ്റിയില്ല. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നുവെന്ന് ആരോടും പറയരുത്. സുഹൃത്തിനോടോ ബന്ധുവിനോടോ അയൽക്കാരനോടോ ആരോടും. എന്തുകൊണ്ട്? കാരണം പണത്തോടുള്ള ആകർഷണമാണ് ഏറ്റവും വലുത്. പണം എവിടെയുണ്ടോ അവിടേക്ക് അസൂയയും അത്യാഗ്രഹവും സ്വാർത്ഥതയും ഓടിയെത്തും. നിങ്ങളുടെ പണം എത്രമാത്രം കാണിക്കുന്നുവോ അത്രത്തോളം ആളുകൾ നിങ്ങളെ കൊള്ളയടിക്കാൻ പദ്ധതിയിടും എന്ന് ചാണക്യൻ പറയുന്നു. ആളുകൾക്ക് എന്തിനാണ് സമ്പന്നരോട് അസൂയ തോന്നുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർ എല്ലാ സമ്പന്നരെയും അഹങ്കാരികളോ വഞ്ചകരോ ആയി കാണുന്നത്? കാരണം നിങ്ങളുടെ പക്കൽ കൂടുതൽ എന്തെങ്കിലും കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു തീ കത്തും. ഇവൻ ഇത്രയും എങ്ങനെ കിട്ടി, എനിക്കെന്തുകൊണ്ട് കിട്ടിയില്ല എന്ന്. ഈ അസൂയ പതിയെ പതിയെ നിങ്ങളുടെ ഇമേജും നിങ്ങളുടെ ബന്ധങ്ങളും നിങ്ങളുടെ സമാധാനവും നശിപ്പിക്കും. അതിനാൽ നിങ്ങളുടെ വരുമാനം ലക്ഷങ്ങളാണെങ്കിലും പ്രകടനം നടത്തരുത്. ലളിതമായി ജീവിക്കുക. ഒളിച്ചുവെക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ പണം നിക്ഷേപിക്കുക. നിക്ഷേപങ്ങളിൽ, അറിവിൽ, സമ്പത്തിൽ. ഇന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ ഇടുന്നത് കാണാം. ഞാൻ അമ്പലത്തിൽ ഇത്രയും ദാനം ചെയ്തു, ഞാൻ ഇന്ന NGOയ്ക്ക് ഇത്രയും കൊടുത്തു എന്ന്. എന്നാൽ ചാണക്യൻ ഈ പ്രകടനങ്ങളെ ശരിയാണെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം പരസ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ദാനം ദാനമല്ല, സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും കച്ചവടമാണ്. ദാനം രഹസ്യമാകുമ്പോഴാണ് പുണ്യം വർദ്ധിക്കുന്നതെന്ന് ചാണക്യൻ പറയുന്നു. അല്ലെങ്കിൽ അത് വെറുമൊരു പ്രകടനം മാത്രമായി മാറും. നിങ്ങൾ ഒരു വലിയ ദാനശീലനാണെന്ന് ആളുകൾ അറിയുമ്പോൾ എല്ലാവരും നിങ്ങളോട് ചോദിച്ചു വരും, നീ ഒരുപാട് ദാനം ചെയ്യാറുണ്ടല്ലോ, എനിക്കും കുറച്ചുതാ എന്ന്. പതിയെ പതിയെ ആ ആളുകൾ നിങ്ങളുടെ കഴുത്തിൽ ഔദാര്യത്തിന്റെ മാലയിട്ട് നിങ്ങളുടെ ആത്മാഭിമാനത്തെ തകർക്കും. ദാനം സമാധാനം നൽകും, പക്ഷേ അത് രഹസ്യമാകുമ്പോൾ മാത്രം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച്. നിങ്ങളൊരു IAS ആകാനോ ഒരു വലിയ ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വിജയകരമായ എഴുത്തുകാരനോ കലാകാരനോ മറ്റെന്തെങ്കിലുമോ ആകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, നിങ്ങൾ നിങ്ങളുടെ വിജയത്തിന്റെ വഞ്ചിയിൽ ഒരു ദ്വാരമുണ്ടാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം ആളുകൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ നോക്കിച്ചിരിക്കും. നീ IAS ആകുമോ? അതെ അതെ, നിന്നെപ്പോലെയുള്ള ആയിരങ്ങളെ കണ്ടിട്ടുണ്ട്. ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് നിർത്തി ചെറിയ കാര്യങ്ങൾ ചിന്തിക്ക്, ഭക്ഷണം കിട്ടിയാൽ മതി എന്നൊക്കെ പറയും. ഈ വാക്കുകൾ പതിയെ പതിയെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വിഷം കലർത്തും. നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിക്കാൻ തുടങ്ങും. നിങ്ങൾ ഭയപ്പെടാൻ തുടങ്ങും. എനിക്കിത് ശരിക്കും ചെയ്യാൻ കഴിയില്ലായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ നിങ്ങൾ നിശബ്ദനായിരുന്നാൽ, നിങ്ങളുടെ ലക്ഷ്യത്തെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ കത്തിക്കൊണ്ടിരിക്കും. എല്ലാവരും എത്താൻ ആഗ്രഹിക്കുന്ന, എന്നാൽ ആർക്കും എത്താൻ കഴിയാത്ത ആ ഉയരങ്ങളിലേക്ക് ആ തീ നിങ്ങളെ എത്തിക്കും. വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു ആൺകുട്ടിയുണ്ടായിരുന്നു. അവൻ കോടികളുടെ ഒരു കമ്പനി കെട്ടിപ്പടുക്കുമെന്ന് സ്വപ്നം കണ്ടു. അവൻ സുഹൃത്തുക്കളോട് ഞാനൊരു വലിയ ബിസിനസ്സുകാരനാകും എന്ന് പറയുമായിരുന്നു. ആളുകൾ ചിരിക്കും, നീയാ? നിന്റെ വീട്ടിലെ ചിലവ് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പതിയെ പതിയെ ആ ആൺകുട്ടി നിശബ്ദനായി. സ്വപ്നങ്ങൾ ആരോടും പറഞ്ഞില്ല. രാവും പകലും ജോലി ചെയ്തുകൊണ്ടിരുന്നു. 5 വർഷത്തിനു ശേഷം അവൻ ഒരു ടെക് സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു. അതിന്ന് കോടികളുടെ ഒരു ബ്രാൻഡാണ്. അന്നവനെ നോക്കി ചിരിച്ചവർ ഇന്നവന്റെ ഇന്റർവ്യൂ കാണാൻ യൂട്യൂബ് തുറക്കുന്നു. അതിനാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ എത്ര സമ്പാദിക്കുന്നുവെന്നോ ആർക്കെത്ര കൊടുക്കുന്നുവെന്നോ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ ഒരിക്കലും ആരോടും പറയരുത്. കാരണം ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ വഴി തടയാൻ കഴിയില്ല. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ നിശബ്ദതയിലാണ്. നിശബ്ദതയിൽ തന്ത്രമുണ്ട്, തന്ത്രത്തിലാണ് വിജയമുള്ളത്. അപമാനത്തിന് പകരം വീട്ടണം, പക്ഷേ നിശബ്ദനായിരുന്നുകൊണ്ട് എന്ന് ചാണക്യൻ പറയുന്നു. ഇന്നത്തെ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ നിങ്ങൾ ഉടൻ സ്റ്റാറ്റസ് ഇടും. ആളുകൾക്ക് എന്റെ വില അറിയില്ല, ഞാൻ ആരുടെ എന്ത് തെറ്റാണ് ചെയ്തത്, ഇനി ഞാൻ മാറും എന്നൊക്കെ. എന്നാൽ ഈ പ്രകടനങ്ങളെല്ലാം നിങ്ങളുടെ ദുഃഖത്തെ വലുതാക്കുകയുള്ളൂ. ലോകം കരുണ കാണിക്കില്ല. അവർ നിങ്ങളുടെ സങ്കടങ്ങളെ ഒരു തമാശയാക്കി മാറ്റും. പാവം, ഇവന്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് ആളുകൾ പറയും. പിന്നീട് അതേ ആളുകൾ നിങ്ങളുടെ ബലഹീനതയെ മുതലെടുക്കാൻ തുടങ്ങും. എന്നാൽ
നിശബ്ദനായിരുന്ന ആ അപമാനത്തെ നിങ്ങൾ ഉള്ളിലെ തീയാക്കി മാറ്റിയാൽ, നിങ്ങളെ അപമാനിച്ചവനെ നിങ്ങൾ മറന്നുപോകുന്നത്ര ഉയരത്തിൽ ആ തീ നിങ്ങളെ എത്തിക്കും. വേദനയെ ആയുധമാക്കുക, പ്രകടനമാക്കി മാറ്റരുത്. ഉദാഹരണത്തിന്, ഒരിക്കൽ ഒരു കോളേജിൽ വെച്ച് ഒരു അധ്യാപകൻ ഒരു കുട്ടിയോട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, നിനക്കൊരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇരിക്കടാ എന്ന്. ആ കുട്ടി നിശബ്ദനായിരുന്നു. ആരോടും ഒന്നും പറഞ്ഞില്ല, കരഞ്ഞില്ല, നിലവിളിച്ചില്ല. ആ അപമാനത്തെ അവൻ തന്റെ ഇന്ധനമാക്കി മാറ്റി. 5 വർഷത്തിനു ശേഷം അതേ കുട്ടി ഒരു ടെഡ് ടോക്ക് നൽകുന്നു. ആ അധ്യാപകൻ അവന്റെ ലിങ്ക്ഡിൻ പോസ്റ്റിൽ പോയി എഴുതുന്നു, നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നുവെന്ന്. ഇനി ഏറ്റവും സെൻസിറ്റീവായ കാര്യം, നിങ്ങളുടെ വ്യക്തിജീവിതം. ഇന്നത്തെ ആളുകൾ എന്താണ് ചെയ്യുന്നത്? ആരോടെങ്കിലും പ്രണയത്തിലായാൽ ഉടൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിടും, എന്റെ ജീവിതത്തിലെ പ്രണയം എന്നേക്കുമായി ഒന്നിച്ച് എന്നൊക്കെ. എന്നിട്ട് 2 മാസം കഴിയുമ്പോൾ ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് എന്നും പറഞ്ഞ് പിന്നെ പോസ്റ്റിടും, ഞാൻ ആശ്വാസം തേടുകയാണ്, എനിക്ക് മെസ്സേജ് അയക്കരുത് എന്ന്. ഇതാണ് ബലഹീനത. സ്വന്തം ആഡംബരങ്ങളും ബന്ധങ്ങളും പ്രദർശിപ്പിക്കുന്നവന് ഒരിക്കലും ആത്മാഭിമാനത്തിന്റെ ഔന്നത്യത്തിലെത്താൻ കഴിയില്ലെന്ന് ചാണക്യൻ പറയുന്നു. ഈ ലോകം നിങ്ങളുടെ വൈകാരിക വശം കണ്ട് നിങ്ങളെ ദുർബലരായി കാണുകയോ അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യും. നിങ്ങൾ ആരുമായി ബന്ധം സ്ഥാപിച്ചെന്നോ, ആരുമായി ബന്ധം വേർപെടുത്തിയെന്നോ, ആരുമായി ശാരീരിക ബന്ധം പുലർത്തിയെന്നോ ഒരിക്കലും പറയരുത്. എന്തുകൊണ്ട്? കാരണം ഈ കാര്യങ്ങൾ ഒരിക്കൽ പരസ്യമായാൽ ലോകം നിങ്ങളുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ഭൂതകാലം നിങ്ങൾ എല്ലാവരെയും കാണിച്ചാൽ അത് നിങ്ങളുടെ വർത്തമാനകാലത്തെ വിഴുങ്ങിയേക്കാം. നിങ്ങളുടെ ബന്ധങ്ങളുടെ കഥകൾ നിങ്ങൾ എത്ര തവണ മറ്റുള്ളവരോട് പറയുന്നുവോ അത്രയും തവണ ആളുകൾ നിങ്ങളുടെ ഇമേജ് വെച്ച് കളിക്കും. ആളുകൾ ഗോസിപ്പ് പറയും, ഇവന് അവളുമായും ബന്ധമുണ്ടായിരുന്നു, പിന്നെ ആ പെൺകുട്ടിയോടും സംസാരിക്കുമായിരുന്നു എന്ന്. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ സ്വന്തം മുഖം കണ്ടു തന്നെ ലജ്ജിക്കും. അതിനാൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിന് ബഹുമാനം നൽകുക, സംരക്ഷണം നൽകുക, രഹസ്യമായി വയ്ക്കുക. പ്രകടനങ്ങൾ കൊണ്ടല്ലാതെ വിശ്വാസവും സമാധാനവും കൊണ്ട് സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഒരു ബന്ധം യഥാർത്ഥമാകുന്നത്. ഓർക്കുക, ജീവിതത്തിൽ ആളുകൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടും, നിങ്ങളുടെ ബന്ധങ്ങൾ തകർക്കും, നിങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമുള്ളിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ആഴമുള്ള, ശക്തമായ, ശാന്തമായ ഒരു ശക്തിയായി മാറും. നിശബ്ദരായിരിക്കുന്നവരാണ് ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുന്നത്. മറച്ചുവെക്കേണ്ട ആ 17 കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കൊരിക്കൽ കൂടി ആവർത്തിക്കാം. 1. നിങ്ങളുടെ ഭാവി പദ്ധതികൾ. 2. നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളുടെ വിവരങ്ങൾ. 3. നിങ്ങളുടെ ധൈര്യത്തിന്റെയും വീരത്വത്തിന്റെയും കഥകൾ. 4. നിങ്ങളുടെ വീട്ടിലെ വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും. 5. നിങ്ങളുടെ ആത്മീയ സാധനകളും തപസ്സും. 6. നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ വരുമാന സ്രോതസ്. 7. നിങ്ങളുടെ ബലഹീനതകളും ഭയവും. 8. നിങ്ങളുടെ അറിവിന്റെ അഹങ്കാരം. 9. നിങ്ങളുടെ ലൈംഗിക ആഗ്രഹങ്ങളും ബന്ധങ്ങളും. 10. നിങ്ങളുടെ മരുന്നിന്റെ അല്ലെങ്കിൽ അസുഖത്തിന്റെ വിവരങ്ങൾ. 11. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കലഹങ്ങൾ. 12. നിങ്ങളുടെ ഗുരുവിനെയോ വഴികാട്ടിയെയോ ഉള്ള വിമർശനം. 13. നിങ്ങളുടെ സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ. 14. നിങ്ങളുടെ ശത്രുക്കളുടെ തന്ത്രങ്ങൾ. 15. നിങ്ങളുടെ അപൂർണമായ ജോലികൾ അല്ലെങ്കിൽ പരാജയങ്ങൾ. 16. നിങ്ങൾക്ക് നേരിട്ട അപമാനങ്ങളും മോശം വാക്കുകളും. 17. നിങ്ങളുടെ ബന്ധങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും. ഇനി ഈ കാര്യങ്ങൾ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. 1-ാം ഘട്ടം, നിശബ്ദതയെ നിങ്ങളുടെ കരുത്താക്കുക. ദിവസവും നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക, ഈ കാര്യം പറയുന്നതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടാകുമോ അതോ ദോഷമുണ്ടാകുമോ? ചെറിയൊരു സംശയമെങ്കിലുമുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. നിശബ്ദനായിരിക്കുന്നത് ഒരു തപസ്സാണെന്ന് ചാണക്യൻ പറയുന്നു. 2-ാം ഘട്ടം, സോഷ്യൽ മീഡിയയിൽ ഒരു ഫിൽട്ടർ വയ്ക്കുക. ഇന്ന് ആളുകൾ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇടാറുണ്ട്. അത് നിർത്തുക. നിങ്ങളുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്നിവ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതം എക്സ്ക്ലൂസീവ് ആക്കുക. അപ്പോൾ മാത്രമേ ആളുകൾക്ക് താൽപ്പര്യമുണ്ടാകൂ. 3-ാം ഘട്ടം, ഒരു രഹസ്യ ഡയറി സൂക്ഷിക്കുക. നിങ്ങളുടെ മനസ്സ് വളരെ അസ്വസ്ഥമാണെങ്കിൽ, നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ഡയറി സൂക്ഷിക്കുക. അതിലെഴുതുക, എന്നാൽ ആളുകളോട് പറയരുത്. ഡയറി നിങ്ങളുടെ തെറാപ്പിയാണ്. ആളുകൾ നിങ്ങളുടെ ന്യായാധിപന്മാരല്ല. 4-ാം ഘട്ടം, വിരലിൽ എണ്ണാവുന്നവരെ മാത്രം വിശ്വസിക്കുക. എല്ലാവരെയും സുഹൃത്തുക്കളാക്കരുത്. 3 തരത്തിലുള്ള ആളുകളുണ്ട്: കേട്ടിട്ട് നിങ്ങളെ പരിഹസിക്കുന്നവർ, കേട്ടിട്ട് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നവർ, പിന്നെ യഥാർത്ഥ സുഹൃത്തുക്കളാകുന്നവർ. ഇവർ വളരെ കുറവായിരിക്കും. ആ 1-2 യഥാർത്ഥ ആളുകളെ തിരഞ്ഞെടുക്കുക. ബാക്കിയുള്ളവരോട് വെറുതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, പക്ഷേ രഹസ്യങ്ങൾ പറയരുത്. 5-ാം ഘട്ടം, ഉള്ളിലെ തീ അണയാൻ അനുവദിക്കരുത്. നിങ്ങളുടെ അപമാനം, പരാജയം, വേദന ഇവയെ ദേഷ്യമാക്കി മാറ്റരുത്. ഇവയെ ഊർജ്ജമാക്കി മാറ്റുക. നിങ്ങൾ ഒളിച്ചുവച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ തീയായി മാറട്ടെ. മറ്റാർക്കും എത്താൻ കഴിയാത്ത ഇടത്തേക്ക് ആ തീ നിങ്ങളെ കൊണ്ടുപോകട്ടെ. സിംഹം ഇരപിടിക്കാൻ പോകുമ്പോൾ ആദ്യം അത് പുല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നോക്കരുത്.
അതിന്റെ നിശബ്ദതയെ മനസ്സിലാക്കുക. ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല, എന്നാൽ അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും തീർച്ച. എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ നിങ്ങളോട് തന്നെ പറയുക, ചില കാര്യങ്ങൾ എനിക്ക് എന്നിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതുണ്ടെന്ന്. ഓരോ തവണയും ആരോടെങ്കിലും എന്തെങ്കിലും പങ്കുവയ്ക്കുന്നതിന് മുൻപ് നിൽക്കുക. ചിന്തിക്കുക, ഇത് ശരിക്കും ആവശ്യമുണ്ടോ എന്ന്. മനസ്സിന് സങ്കടം വരുമ്പോഴെല്ലാം സോഷ്യൽ മീഡിയ അല്ല, ഡയറി തുറക്കുക. എല്ലാ ആഴ്ചയും ഈ 17 കാര്യങ്ങൾ ആവർത്തിക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ചിന്തകളിൽ പതിയും. അപ്പോൾ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പകർത്തിയാൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്ത ചാണക്യന്റെ ആ നീതികളാണ് നിങ്ങൾ ഇന്നറിഞ്ഞത്. ആളുകൾക്ക് നിങ്ങളെ മുതലെടുക്കാൻ കഴിയില്ല, ലോകം നിങ്ങളെ ദുർബലരായി കാണുകയുമില്ല. ഇനി അടുത്ത നീതിക്കുള്ള സമയമാണ്. കാരണം ചാണക്യൻ വെറുമൊരു പേരല്ല, അത് നിങ്ങളെ സാധാരണക്കാരനിൽ നിന്ന് അസാധാരണക്കാരനാക്കാൻ കഴിവുള്ള ഒരു വിപ്ലവകരമായ ചിന്തയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചാണക്യ ഇൻസ്പയർഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇവിടുത്തെ ഓരോ വീഡിയോയും ഒരു സിംഹത്തെപ്പോലെ ചിന്തിക്കാനും ജീവിക്കാനുമുള്ള കരുത്ത് നിങ്ങൾക്ക് നൽകുന്നു. ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത നീതി വരുമ്പോൾ ആദ്യം അത് കേൾക്കുന്നത് നിങ്ങളായിരിക്കും. ഒപ്പം ഓർക്കുക, നിശബ്ദനായിരിക്കുന്നവനാണ് തന്റെ കർമ്മങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ശക്തമായ ചിന്തകളോടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ശ്രദ്ധിക്കുക, സ്വയം വെളിപ്പെടുത്താതിരിക്കുക, നിങ്ങളെത്തന്നെ ശക്തരാക്കുക.